മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായി വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഊട്ടി കൂനൂരിൽ ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഭദ്ര വിവരങ്ങൾ നൽകും. ഭദ്ര, ഇത് അന്വേഷണത്തിന് നിർണായകമാകുമോ, സഹായകമാകുമോ? എന്താണ് പോലീസ് അറിയിക്കുന്നത്? ഫിജി, തീർച്ചയായും ഇതിപ്പോൾ ഊട്ടി കുനൂർ ഭാഗത്താണ് ഈ ഫോൺ ഓണായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഫോൺ ഓണായിട്ടുണ്ടായിരുന്നത്. ഒറ്റ പ്രാവശ്യം മാത്രമേ ഫോൺ ഓണായിട്ടുള്ളൂ. ഇത് അതായത് ഈ വിഷ്ണുജിത്ത് കാണാതായതിനു ശേഷം ഫോൺ ഇതുവരെ ഓണായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നിരന്തരം ഈ ഫോണിലേക്ക് ഇങ്ങനെ കോളുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയിലാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരി ഭർത്താവ് ഇത്തരത്തിലൊന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫോൺ ഓണായി. പക്ഷേ രണ്ട് പ്രാവശ്യം ഓണായി. അതായത് ആദ്യം വിളിച്ചപ്പോൾ ശരത്ത് എന്ന് പറയുന്ന സുഹൃത്താണ് എടുത്തത് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ എടുത്തു, പക്ഷേ ആരാണെന്നുള്ളത് സംസാരിച്ചില്ല. അപ്പോൾ തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ശരത്ത് എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ സുഹൃത്താണ്. അതായത് വിഷ്ണുവിന് പണം കൊടുത്തു എന്ന് കുടുംബം ആരോപിക്കുന്ന ആ ഒരു സുഹൃത്ത് തന്നെയാണ് ശരത്ത്. ഇദ്ദേഹം ഇപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെയുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോലീസ് ഈ കൂനൂർ ഭാഗം കേന്ദ്രീകരിച്ച്, മേട്ടുപ്പാളയം, കൂനൂർ, ഊട്ടി ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ തമിഴ്നാട് സർക്കാരിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും ഒക്കെ സഹകരണമുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് കേരള പോലീസ്. അത്തരത്തിലൊരു സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നമുക്കടക്കം ലഭിച്ചിരുന്നു. അതായത് സെപ്റ്റംബർ 4-ാം തീയതി വിഷ്ണുജിത്ത് ഈ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോകുന്ന, കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറി പോകുന്ന നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമുക്കടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു നിർണായക വിവരം തന്നെയായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഊട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഓണായിട്ടുണ്ട് എന്നൊരു കാര്യം ലഭിക്കുന്നത്. ഈ ഫോൺ ഓണായി എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ, അതായത് ഒരു ഫോണിൽ വിഷ്ണുവിനെ വിളിക്കുന്നു, മറ്റൊരു ഫോണിൽ പോലീസിനെ വിളിച്ച് വീട്ടുകാർ ഈ ഒരു കാര്യം അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നമുക്കറിയാം, വിഷ്ണുവിന് പണം കൊടുത്തു എന്ന് പറയുന്ന ശരത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു സൂചന വീട്ടുകാർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇതിലിപ്പോഴും ദുരൂഹത തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണുവിനെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴും അവ്യക്തത തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, സെപ്റ്റംബർ 8-നായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിവാഹത്തിന് മുൻപ് തന്നെ വിഷ്ണു നാടുവിടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിലൊരു ദുരൂഹത എന്ന് പറയുന്നത്, വീട്ടുകാർക്ക് അറിയില്ല എന്തിനു വേണ്ടിയാണ് വിഷ്ണു പോകുന്നത്. വിഷ്ണുവിൻ്റെ പ്രതിശ്രുത വധുവിനെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. പാലക്കാട് കഞ്ചിക്കോട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ ശരത്തുമായി ബന്ധം സ്ഥാപിക്കുന്നതും പണം മേടിക്കുന്നതും എന്നും വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് ശരത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ശരത്ത് വിഷ്ണുവുമായി മാത്രമേ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നും വീട്ടുകാരൊരു സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരത്തുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇവർക്കുണ്ടോ, മറ്റേതെങ്കിലും സംഘങ്ങളുമായി ഇടപാടുകളുണ്ടോ, തരത്തിലൊന്നും വിവരങ്ങളൊന്നും അറിയില്ല. അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഫിജി. ശരി ഭദ്ര.